ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോതമംഗലം നഗരസഭയുടെ അനുമോദനം. വിജയക്കുതിപ്പിൽ മുൻപന്തിയിലെത്തിയ വിദ്യാലയങ്ങൾക്ക് ഉപഹാരങ്ങളും നൽകി. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കോതമംഗലം നഗരസഭ അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നഗരസഭാ പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങുകളുടെ ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. നഗരസഭ എല്ലാ വർഷവും വളരെ മാതൃകാപരമായി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നഗരസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വിവിധ സർക്കാർ വിദ്യാലയങ്ങൾക്ക് വലിയ പ്രോത്സാഹനവും പിന്തുണയും കോതമംഗലം നഗരസഭ കൊടുക്കുകയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ വിദ്യാലയങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം സാധ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ നഗരസഭയുടെ പരിധിയിലുള്ള നഗരസഭയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെയും ഇപ്പോൾ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ 31 വാർഡുള്ള നഗരസഭ എന്നുള്ള നിലയിൽ വിവിധ പ്രദേശങ്ങളിൽ തുടങ്ങിയിട്ടുള്ള മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിനും വലിയ പ്രാധാന്യം നഗരസഭ കൊടുക്കുകയാണ്. നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. SSLCയിലും +2ലും അവരുടെ ജീവിതത്തിന് വഴിത്തിരിവാകുന്ന അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ പോലെ വരുന്ന സ്ഥലമാണ് SSLC+2 പരീക്ഷകളും അതിനുശേഷം ഉള്ള വിദ്യാഭ്യാസ കാലഘട്ടവും. ഓരോ വിദ്യാർത്ഥിയും SSLCക്ക് ശേഷം എന്ത്, +2വിന് ശേഷം ഏത് വിദ്യാഭ്യാസ രംഗത്തേക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം ഉള്ളത്. സിന്ധു ഗണേശൻ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, KA നൌഷാദ്, രമ്യ വിനോദ്, KV തോമസ്, സിജോ വർഗീസ്, റോസ്ലി ഷിബു, ഭാനുമതി രാജു, PR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ A+ നേടിയ സെന്റ് അഗസ്റ്റിൻസ് GHSS, സെന്റ് ജോർജ് HSS, മാർബേസിൽ HSS എന്നീ വിദ്യാലയങ്ങൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.